ഓടി ഇങ്ങെത്തും. ഇന്നൊന്നും ഇല്ല ഇവന് പ്രത്യേകിച്ച്. ഒരു മണമുണ്ടല്ലോ, അത് വെച്ചാ ചോറ് കഴിച്ചു. ബീഫ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇച്ചിരി മണമുണ്ട്, അത് വെച്ചാൽ കഴിക്കും. പൂച്ച സാർ അവിടെ നോക്കിയിപ്പോണ്ട്. കാണ്ടി അവിടെ നാടെ പുറയിൽ പൂച്ച, പുറയിൽ പൂച്ചയെ കണ്ടാൽ ഇപ്പം അവന് ഓടിക്കും. ഒരു മണമുണ്ടല്ലോ ഈ കറിയുടെ. പൂച്ച പതുക്കെ വരുന്നുണ്ട്. ഇന്ന് ഓട്ടിക്കും പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇന്ന് ഓട്ടിക്കേ. പൂച്ചയിപ്പുറത്തോടൊക്കെ കറങ്ങി വരുന്നുണ്ട്. ഇതാണ്ടേ ഞാൻ കേട്ടോ, പൂച്ചയിപ്പുറത്ത് ഇപ്പോൾ അവൻ ഓടിക്കും. നോക്കിക്കോണേ, പൂച്ച കയറി മേടിച്ചോടാ. പൂച്ച മേടിച്ചോ? ഇല്ല, പൂച്ചയ്ക്ക് അറിയാം. ഇനി ബ്രൂണോ അത് മുഴുവൻ കഴിച്ചതിന് ശേഷം ഇനി തല പൊക്കത്തുള്ളൂ. അത്രയും നേരം നമ്മൾ എന്നാ വിളിച്ചാലും ബ്രൂണോ കഴിക്കുന്നോണ്ടാവേ വാലാട്ടി കാണിക്കും. പൂച്ചയാണെങ്കിൽ ഇവിടെ നോക്കിയിരിക്കുകയാണ്. ബ്രൂണോ ഇവിടെ നിന്ന് കഴിക്കുവാണ്. പൂച്ച എന്തോ പറഞ്ഞു. എന്തോ നിനക്ക് നാളെ തരാം. കഴിച്ചു കഴിയുമ്പോൾ ഇപ്പം നമ്മളെ പകലൊന്നും ഇവിടെ ഇല്ല. നമ്മൾ കഴിക്കുന്ന സമയം അറിയാം, 9:30. അന്നപ്പോ എല്ലാരും കണ്ടോണം. കഴിച്ചു കഴിഞ്ഞ ഉടനെ പൂച്ചയെ ഇപ്പോൾ ഓടിക്കും ബ്രൂണോ. ചിലപ്പോൾ ഓടിക്കും, ചിലപ്പോൾ ഓടിക്കത്തില്ല അല്ലേ? ഇപ്പം വരാത്തോണ്ടേ ഇതിന്റെ പാത്രം എടുത്ത് മാറ്റി വെച്ചു. ഇപ്പൊ കാണുന്നില്ല കൊടുക്കാൻ. പൂച്ച മതിയടാ കഴിച്ചത്. പാവമുണ്ട് അതിന്റെ. ഊണ വിശന്നായിരുന്നു അല്ലേ? അതിന്റെ തലയുടെ മണ്ടയ്ക്ക് ഒരു പുഴു ഇരിപ്പണി മാറിക്കിട്ട്. എനിക്ക് എന്തോ പുഴു പടിയത് ചൊറിഞ്ഞ് ചത്ത് പോത്തേ ഉള്ളു. ഊണ കിട്ടോ എങ്കിൽ ഓടിക്കോ, നാളെ കാണാം. എന്താ ഞാൻ വലിയ ഇതായിട്ട് കിടക്കുന്നത് ആണോ? പാവം പൂച്ച സാറിന് ഇന്നൊന്നും കിട്ടിയില്ല. പാവം നീയൊക്കെ കട്ട് തിന്നുന്നവനാ നീ. അതാ നിന്റെ കുഴപ്പം, കട്ട് തിന്നു. അപ്പോൾ ഓക്കെ. ഒന്നുമില്ലടാ, പോക്കോ പോയി കിടന്ന് ഉറങ്ങിക്കോ. വിട്ടോ പരിപാടി കഴിഞ്ഞിൻ്റെ നോക്കോ. പൂച്ച ഇന്നേതായാലും നോക്കോ. അവിടെ കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ. ഇവിടെ ഒരു വേറൊരു പൂച്ച സാറുണ്ട് വേണ്ടിയിരിക്കുന്നു. എല്ലാ പൂച്ചകൾക്കും ഗുഡ് നൈറ്റ്. കിടന്നുറങ്ങിക്കോ.